നിങ്ങൾക്ക് ഒരു സ്കോർ കിട്ടിയിട്ടുണ്ടാവും ഔട്ട് ഓഫ് 100. ഓക്കെ, ആ 100 അടുത്ത മാസം ആ 100ലുള്ള സ്കോർ അടുത്ത മാസം എത്ര കണ്ട് വളർന്നു, അടുത്ത മാസം നമ്മൾ വീണ്ടും അത് അസസ് ചെയ്യും. ഓക്കെ, അടുത്ത മാസം ഫസ്റ്റ് വീക്കിൽ വീണ്ടും ഇത് അസസ് ചെയ്യും. അപ്പൊ എത്രത്തോളം പുരോഗതി വന്നിട്ടുണ്ട് അതായിരിക്കും നിങ്ങളുടെ ശരിയായിട്ടുള്ള വളർച്ച. ഇതിപ്പോ ഞാൻ ജസ്റ്റ് ചെക്ക് ചെയ്തു, പലരും ചെയ്തതിന്റെ ബേസിൽ കറക്റ്റായിട്ട് മെഷർമെന്റ് വന്നിട്ടുണ്ട്. കറക്റ്റായിട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന നമുക്കറിയാലോ ഈ ആള് ഇത്ര ചെയ്യുന്നുണ്ട്, അപ്പൊ അവരുടെ സ്കോർ നോക്കിക്കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആണ്. അവരെവിടെയാണ് മിസ്സാവുന്നത്, അവരെവിടെയാണ് സ്കോർ ചെയ്തത്, അതൊക്കെ ക്ലിയർ ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് സ്കോറിലേക്ക് പോയാലോ? ഒരു കാര്യം ഓർക്കുക, ഞാൻ എക്സാമിന്റെ കാര്യം പറഞ്ഞതുപോലെ നമ്മൾ പരീക്ഷയിലായാലും സ്കൂളിലായാലും കോളേജിലായാലും എംപ്ലോയ്മെന്റിലായാലും, അതായത് ജോലി ചെയ്യുമ്പോൾ കമ്പനികളിലായാലും അവർക്ക് ഇങ്ങനെ ഓരോ കോളം ഉണ്ടായിരിക്കും. അറ്റൻഡൻസ്, പെർഫോമൻസ്, ടാർഗറ്റ്, അച്ചീവ് ചെയ്തു ഇല്ലേ, എത്ര ഡിലേ വന്നു, അങ്ങനെ ഓരോരോ സ്കോറുകൾ ഉണ്ടാവും. ആ സ്കോറിന്റെ ബേസിലാണ് അവരുടെ പെർഫോമൻസിനെ വിലയിരുത്തുന്നത്. അതാണ് ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മളുടെ ബിസിനസ്സിനെ നമ്മൾ അളക്കാൻ പോവാണ്. ഓക്കെ, ഞാൻ നിങ്ങളുടെ സ്കോർ കാണിക്കാൻ പോവാണ്. അതിലൊരു 2 സെക്ഷനായിട്ടാണ് മെയിൻ ആയിട്ട്. 2 സെക്ഷനിൽ ഒരു സെക്ഷൻ നിങ്ങൾ ബിസിനസ്സിന് റെഡി ആണോ എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ സിസ്റ്റം ഓൺ ആണോ എന്നുള്ളതാണ്. ഫേസ്ബുക്ക് വർക്ക് ചെയ്യുന്നുണ്ടോ, ഇൻസ്റ്റാഗ്രാം വർക്ക് ചെയ്യുന്നുണ്ടോ, അതിൽ പാസ്വേഡ് അറിയോ, ഗൂഗിളായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ജിമെയിലായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടോ, അങ്ങനെയുള്ള സംഭവങ്ങളാണ് ഒരു സെക്ഷൻ. അതുണ്ടെങ്കിൽ നമ്മുടെ ബിസിനസ് വർക്കിംഗ് കണ്ടീഷനിലാണെന്ന് പറയാൻ പറ്റില്ല. പിന്നെയാണ് അടുത്ത ലെവലിൽ വരുന്നത് നിങ്ങളുടെ ബിസിനസ് എത്ര കണ്ട് ഓൺലൈനിൽ വന്നിട്ടുണ്ട് എന്നുള്ളത്. ഓൺലൈൻ സ്റ്റാറ്റസ്, നിങ്ങളുടെ ഡിജിറ്റൽ സ്റ്റാറ്റസ് എന്താണെന്നുള്ളതാണ് മെയിൻ ആയിട്ട് നമ്മൾ മെഷർ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇവിടെ ലജീന മോൾ, പിന്നെ മുനീറ, റിഷാന, ഇങ്ങനെ കുറച്ച് പേരുണ്ട്. അതായത് ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ കൺഫ്യൂഷൻ ഉണ്ട്. ഹേമയ്ക്ക് മെറ്റാഡിന്റെ സ്ട്രാറ്റജി അത് അറിയില്ല. അതായത് ആ സ്റ്റേജ് ക്ലിയർ ചെയ്യാനുള്ള ആളുകളാണ് ഞാനിപ്പോ പറഞ്ഞ ആളുകൾ. മുഫീദയുടെ ഇപ്പൊ വന്നു. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ നമ്മളുടെ റണ്ണിങ് ബാച്ചിലുള്ളവർക്ക് അറിയില്ല എന്ന് പറയുന്ന കാര്യം മെറ്റാ ആഡ് റെഡിനെസ് ആണ്. നിങ്ങളുടെ പേജ് മെറ്റാ ആഡിന് വേണ്ടി റെഡി ആണോ എന്നുള്ള കാര്യമാണ്. അത് ഞാൻ കഴിഞ്ഞ തിങ്കളാഴ്ച ഒരു ക്ലാസ്സിൽ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനി ആ ക്ലാസ് റിപ്പീറ്റ് ആയിട്ട് വരും. മെറ്റാ ആഡിന് വേണ്ടി റെഡി ആണോ എന്നുള്ളത് മസ്റ്റായിട്ട് ചെക്ക് ചെയ്യണം. കാരണം അത് റെഡി അല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും നാൾ വർക്ക് ചെയ്ത് പിന്നെ അത് റെഡി അല്ലെങ്കിൽ പിന്നെ പ്രശ്നമാണ്. പേജ് പ്രൊഫൈൽ മാറ്റണം. ഓക്കെ, അപ്പൊ അത് ഇനി വരുന്ന ക്ലാസ്സിൽ ചെക്ക് ചെയ്യണം. നമ്മൾ അടുത്ത് തന്നെ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നമ്മുടെ എക്സിസ്റ്റിംഗ് ബാച്ചിൽ വേറെ പ്രശ്നങ്ങളൊന്നും കുഴപ്പമില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കാണുന്നില്ല. പിന്നെ ഇതെന്താണ്, കൺട്രോൾ ഉണ്ടോ, പേജിന്റെ കൺട്രോൾ, ആക്സസ് കൺട്രോൾ ഉണ്ടോ എന്നുള്ളത്. അത് പുതിയ ബാച്ചിൽ നമ്മൾ പേജ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുൾ കൺട്രോൾ ഉണ്ട്. ഓക്കെ, അതിൽ കൺട്രോളിന് പ്രശ്നം ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ ആ പാർട്ടല്ല മെയിൻ ആയിട്ട് നോക്കാൻ പോകുന്നത്. നമ്മൾ നോക്കാൻ പോകുന്നത് ലാസ്റ്റ് പാർട്ടാണ്. അതായത് ഇപ്പൊ കുറെ സെക്കൻഡ് സെക്ഷനിൽ നിങ്ങൾ പറഞ്ഞില്ലേ ഇല്ല, ഉണ്ട്, ഭാഗികമായി ഉണ്ട് എന്ന്. അപ്പൊ അതിലാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇത് കാണുന്നുണ്ടോ, വായിക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? ഇത്രയും കണ്ടാൽ മതി. സ്കോർ വേണം, പിന്നെ സ്റ്റേജ് വേണം, റെക്കമെൻഡേഷൻ വേണം. അപ്പൊ ഇതിൽ ഞാൻ കൊച്ചേച്ചി ഒരു ടെസ്റ്റിന് വേണ്ടി കൊടുത്തതാണ്. കൊച്ചേച്ചിക്ക് 56ആണ് സ്കോർ ഔട്ട് ഓഫ് 100. ഓക്കെ, കൊച്ചേച്ചി ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. കുറെ ദിവസമായിട്ട് ഞാൻ അതിൽ അത്ര ഫോക്കസ് കൊടുക്കാറില്ല. മെയിനായിട്ട് എൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് റീൽസ് ഒക്കെ കുറവാണ്, റിവ്യൂസ് കുറവാണ്. ബാക്കി സെറ്റപ്പ് ഒക്കെ ഉണ്ടെങ്കിലും ഫേസ്ബുക്കും സംഭവങ്ങളൊക്കെ റെഡി ആണെങ്കിലും കണ്ടന്റ് ഭാഗം എൻ്റെ ഇപ്പോൾ കുറവാണ്. അപ്പൊ അവർ പറയുന്നത് ഗ്രോത്ത് സ്റ്റേജ് ആണ്. അതായത് ശരിക്കും ഫുൾ ഒരു വലിയ ബിസിനസ് ആയിട്ടില്ല, ഗ്രോത്ത് സ്റ്റേജ് ആയിട്ടുള്ളൂ. 56ലാണ് നിൽക്കുന്നത്. മെറ്റാ ആഡ്സിന് റെഡിയാണ്. ഓക്കെ, അതായത് മെറ്റാ ആഡ്സിന് റെഡിയാണെന്ന് പറയുന്നതിന്റെ കാരണം ബാക്കിയെല്ലാം പ്ലാറ്റ്ഫോം റെഡിയാണ്, പക്ഷെ ഗ്രോത്ത് സ്റ്റേജിലാണ് ഇപ്പോഴും, 56ലാണ്. അപ്പൊ അതിന് എന്തൊക്കെയാണ് റെക്കമെൻഡേഷൻസ് വേണ്ടതെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് വേറൊരു സെക്ഷനിൽ വരും. ഇപ്പൊ ഞാൻ ഇന്നിപ്പോ ഇത്രയാണ് കാണിച്ചിട്ടുള്ളൂ. ഫസ്റ്റ് സ്റ്റേജ് ആണ് ഇപ്പൊ നമ്മൾ കാണിക്കുന്നത്. മെറ്റാ ആഡ്സിന് റെഡിയാണ്. അടുത്തത് ഹേമ ടി കെ അമൃത ഹോം മെയ്ഡ് പ്രൊഡക്ട്സ് ഫൗണ്ടേഷൻ സ്റ്റേജ് ആണ്. 39ആണ് സ്കോർ. ഹേമ കേൾക്കുന്നുണ്ടോ? അപ്പൊ ഈ വായിക്കുന്നവര് അപ്പൊ ഒന്ന് യെസ് എന്ന് പറയണം കേട്ടോ. കണ്ടന്റ് ആൻഡ് റീൽ മെച്ചപ്പെടുത്തുക ഫൗണ്ടേഷൻ സ്റ്റേജ് ആണ്. റെഡി അല്ലേ? ഫൗണ്ടേഷൻ സ്റ്റേജിലാണല്ലോ മാഡം ഇവിടെ വന്നത്. അപ്പൊ കറക്റ്റ് അല്ലേ സ്കോർ? അതായത് നിങ്ങൾ കൊടുത്ത ആൻസർ കറക്റ്റ് ആയിരുന്നു. അതുകൊണ്ട് നിങ്ങളുടെ റൈറ്റ് അസസ്മെന്റ് ഇവിടെ വരുന്നു, അത്രേ ഉള്ളൂ.
അപ്പൊ ഓക്കെ. അതിലെ ഒരു സജഷൻസ് പറയുന്നത് കണ്ടന്റ് ആൻഡ് റീൽസ്. നമ്മൾ അതിനല്ലേ പറയാറുള്ളത്. നമ്മളിപ്പോൾ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് ഇതാണ്. ഫൗണ്ടേഷൻ സ്റ്റേജിൽ കണ്ടന്റ് ഫോക്കസ് കൊടുക്കുക. അപ്പൊ മാഡം ഇപ്പൊ നോട്ട് ചെയ്ത് വെക്കുക, ഇന്ന് 39 സ്കോർ, അടുത്ത മാസം ആകുമ്പോഴേക്കും അത് 60 ക്രോസ് ചെയ്യണം. ഓക്കെ. 60 പോരാ, മെറ്റാഡ്സ് കഴിഞ്ഞിട്ട് വേണം നിൽക്കാൻ. ഓക്കെ, അത് ഈ ഫൗണ്ടേഷൻ സ്റ്റേജിൽ നിന്ന് പെട്ടെന്ന് കയറാൻ പറ്റും. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, എന്റെ ഗ്രോത്ത് സ്റ്റേജിൽ സ്റ്റക്ക് ആയിട്ട് നിൽക്കുകയാണ്. സ്റ്റക്ക് എന്ന് പറയുമ്പോൾ ഞാനത് സത്യം തുറന്നു പറയാലോ, ഞാൻ അതിൽ എഫേർട്ട് എടുക്കാത്തത് കൊണ്ടാണ്. കാരണം ഞാനിപ്പോൾ ഈ കൊച്ചേച്ചി കിച്ചൺ കോച്ചിലാണ് ഫോക്കസ് കൊടുക്കുന്നത്, അതുകൊണ്ടാണ്. ഓക്കെ, ഇനി എനിക്കൊരു ഡെഡിക്കേറ്റഡ് സ്റ്റാഫിനെ അപ്പോയിന്റ് ചെയ്ത് അതിനും പുഷ് കൊടുക്കണം. അപ്പോൾ കയറി വരും. ഓക്കെ, അപ്പൊ നിങ്ങളും ഫൗണ്ടേഷൻ സ്റ്റേജിലുള്ള ആൾക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് 60ലേക്ക് എത്താൻ പറ്റും. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അടുത്ത സ്റ്റേജിലേക്ക്, നമ്മൾ സ്റ്റേജ് 2ലേക്ക് കൂടുതൽ സ്ട്രാറ്റജികൾ വെച്ച് അടുത്ത സ്റ്റേജ് 2 എന്ന് പറയുന്നത് വേറെ സംഭവങ്ങളാണ് വരിക അസസ്മെന്റിന്. ഓക്കെ, അസസ്മെന്റിന് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് വരും. ഇതിൽ തന്നെ കുറച്ചുകൂടി കാര്യങ്ങൾ ആഡ് ചെയ്തിട്ട് നമ്മൾ അതിനെ ബിൽഡ് ചെയ്യും. പിന്നെ അടുത്ത റിഷാന. റിഷാനയുടെ കുറെ കാര്യങ്ങളിൽ മിസ്സിംഗ് ആണ്. റിഷാനയുടെ ബിസിനസ് സെറ്റപ്പും റെഡി ആയിട്ടില്ല. റിഷാന എവിടെ ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് വോയിസ് ഇടൂ. വന്നിട്ടില്ലേ റിഷാന? അപ്പൊ അടുത്ത ആള് ബീന. ബീന വന്നിട്ടുണ്ടോ? ബീന വന്നിട്ടുണ്ടാവില്ല. ഈ ഫാത്തിമ ബക്കർ, ബീന, ഇവരൊക്കെ നമ്മളുടെ ഏപ്രിൽ ബാച്ചിലുള്ളവരാണ്. അവരിപ്പോഴും കണ്ടന്റ് ആൻഡ് റീൽസ് മെച്ചപ്പെടുത്തുക എന്നുള്ള സ്റ്റേജിലാണ് നിൽക്കുന്നത്. ബീന എവിടെ ഉണ്ടോ? ഒരടി തരാൻ. പണിഷ്മെന്റ് വേണം. കാരണം എല്ലാരും ഓണാക്കിട്ട് പോയിന്ന് തോന്നുന്നു. അതെ, ഏപ്രിൽ ബാച്ചിൽ തുടങ്ങിയിട്ട് ഇപ്പോഴും കണ്ടന്റ് ആൻഡ് റീൽസിൽ നിൽക്കുന്നവർക്ക് നല്ല പണിഷ്മെന്റ് വേണം. മുനീറ, മുനീറ വന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഹായ് പറയൂ. മറിയം ഫുഡ്സ്. മുനീറയായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. മുനീറ ഫൗണ്ടേഷൻ സ്റ്റേജിലാണ്. കുഴപ്പമില്ല, ഫൗണ്ടേഷൻ സ്റ്റേജിൽ തനിയാണല്ലോ. അപ്പൊ കണ്ടന്റ് ആൻഡ് റീൽസ് മെച്ചപ്പെടുത്തുക. 31 സ്കോർ.